നമുക്ക് അതുകൊണ്ട് തുടക്കാം. പോയി. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയണം. ഓക്കെ, 1 2 3. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് പറയാത്ത? ഗുഡ് മോർണിംഗ്. ഇന്ന് അമ്മൂമ്മേന്റെ വക ദോശ, ചട്നി, ഉണ്ണിയപ്പം, സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കുന്ന അമ്മൂമ്മ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഉണ്ണിയപ്പം. ആണ്. പിന്നെ സാമ്പാർ. സാമ്പാർ. പിന്നെന്താ? പഴം. പഴം. നമ്മളിപ്പം അമ്മൂമ്മേന്റെ വീട്ടിലാണുള്ളത്, താനൂര്. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ഞാൻ പല്ല് തേച്ചിട്ടില്ല. പല്ല് തേച്ചില്ലേ? എന്നാ കുട്ടി ഒരു കാര്യം ചെയ്യാ, എന്താ മാവിന്റെ ചവിട്ടി പോയിട്ട് ബ്രഷ് ഇല്ല, അതുകൊണ്ടാ പല്ലേക്കാ. അത് വേണ്ട, പഴുത്ത പിന്നെ ഇല വീഴില്ലേ, മാവിന്റെ ഇല, അതിങ്ങനെ കടിച്ച് കടിച്ച് ഇങ്ങനെ തേക്കേ. അപ്പൊ എന്താന്ന് വെച്ചാൽ പഴുത്ത മാവിന്റെ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കളഭഞ്ചൊയക്കും. അപ്പൊ എന്റെ പുഴുത്ത പല്ലാണ് നടക്കല്ല, സ്വതവേ ഉള്ളവർക്ക്. സ്വതവേ ഞാനല്ല. ചട്ടണി ഭയങ്കര ടേസ്റ്റ് ആണ് അമ്മൂമ്മേന്റെ ദോശയും. അമ്മൂമ്മ ഇത് എന്ത് ചട്നിയാ? ടൊമാറ്റോ ചട്നിയാ? ടൊമാറ്റോ, പിന്നെ എന്താ പറയാ, മുളകിന് ചില്ലി. ചില്ലി, പിന്നെ വലിയ സവാള വലുത്, പിന്നെ അത് സവാളയും മുളകും കൂടിയിട്ട് നല്ലോണം വെളിച്ചെണ്ണ വാട്ടുക കേട്ടാ. അത് കഴിഞ്ഞിട്ട് തക്കാളി മുറിച്ചിടുക, കരുവേപ്പിൻ്റെ ഇല ഇടുക, എല്ലാം കൂടി വാട്ടുക. പിന്നെ തക്കാളി ഏകദേശം നല്ലോണം ആയാൽ പിന്നെ നമ്മൾ കുറച്ച് നാളികേരം ഇടുക. അപ്പം നാളികേരം അധികം വേണ്ട, കുറച്ച് മതി, വലിയ ഉള്ളി. എന്നിട്ട് നല്ലോണം അരയ്ക്കുക. അത് തന്നെ, ഒന്നും വേണ്ട, വറുത്തിടണ്ട, ഒന്നും വേണ്ട. വെളിച്ചെണ്ണയാണ് ഒഴിക്കല്. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ. എന്താ വേണ്ടേ? ചട്നി വെരി ടേസ്റ്റി. ഞാൻ കാനഡയിൽ പോയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അമ്മൂമ്മേന്റെ സാമ്പാറും ചട്നിയും ദോശയും ഇഷ്ടവുമാണ്. ഉണ്ണിയപ്പം ഉണ്ട്. അമ്മൂമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? അമ്മൂമ്മ പറഞ്ഞത് മഞ്ഞ ഇല കൊണ്ട് പല്ല് തേക്കണം എന്നാണ്. മാവ് എവിടെ? ഇവിടെ കൺഫ്യൂഷൻ ഏത് മാവിന്റെ ഇല എടുക്കണം എന്നുള്ളത്. എനിക്കൊരു മാവിന്റെ ഇല പറിച്ചു തരാൻ എല്ലാരും വന്നിട്ടുണ്ട്. അതിനെ കൊണ്ട് തേക്കണോ? ചുരുട്ടണോ? ഇന്നേ വരെ പല്ലേച്ചിട്ടില്ല അങ്ങനെ. ഇത് അഭിയേട്ടനും വേണം പോലെ ഇപ്പൊ മാവിന്റെ ഇല. അപ്പൊ അഭിയേട്ടൻ പല്ലേച്ചിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ പല്ലേക്കുന്നേ. ഇതൊന്ന് ഇങ്ങനെ ചുരുട്ടണോ? ഇത് പോക്കറ്റിലിടോ? കാണിച്ചു കൊടുക്ക. ഇത് മാവിന്റെ ഇല കാരണം ഞാൻ മാത്രമേ ഉള്ളൂ തേക്കാത്ത. എന്തോ ഒരു പശ പോലെ. അമ്മോ വായി മൊത്തം മഞ്ഞ കളറായി പോയി. ചെറിയ ഞാൻ കണ്ണട ഇടാത്തോണ്ടൊന്നും കാണൂല.
ഐ എം ബ്ലൈൻഡ്. ചെറിയ അല്ല അച്ഛൻ വണ്ടി ഇതിനെ കൊണ്ടാ പല്ലേക്കല്ലേ അല്ല ഉമിക്കരി ഉമിക്കരി കൊണ്ട് പല്ലേച്ചാൽ പല്ലിന്റെ എനാമൽ പോവും. അപ്പൊ ഇതുകൊണ്ട് തേച്ചാലോ? ആണ് പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ രാവിലെ എണീച്ച് സൂര്യന്റെ വെളിച്ചത്തില് ഭക്ഷണം എല്ലാം കഴിച്ച് മാവിന്റെ ഇല കൊണ്ട് പല്ല് തേക്കുന്ന വാട്ട് എ ബ്യൂട്ടിഫുൾ ആചാരങ്ങൾ. ഭയങ്കര പല്ലേക്കലാണല്ലോ. എന്റെ വായി മൈ ടീത്ത് ഫീൽ സോ വിയർഡ്. ക്ലീൻ ആവല്ലേ മറ്റേ വഴുവഴുപ്പെല്ലാം പോയല്ലേ ഒന്ന് നാ ഇടല്ലോ. അടിപൊളിയല്ലേ? പിന്നെ അപ്പൊ ഇനി കാട് കയറാ തൊടി കണ്ടിട്ട് വരാം. അച്ഛനും വാ. ഇത് ആകാശന്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ ഫുള്ള് പറമ്പാണ്. ഇതിലൂടെ പോയി എനിക്ക് കണ്ണാണെന്നില്ല. എന്നെ പിടിച്ചോണ്ട് പോണം. ചെരുപ്പൊന്നും ഇടൂല. തറച്ചയുമ്പോ നല്ല രസമുണ്ടാവും. നീ ആയോണ്ടോ വേറെ ആരെക്കാണ് ഞാൻ പറയില്ലായിരുന്നു. എലൂട്ടിയാ പോവാ നല്ല ശ്രദ്ധ അങ്ങോ എലൂട്ടിയാ പോവാ. നടന്നു ഭൂതക്കിണർ കാണിക്കണം. ഭൂതം കുഴിച്ച കിണർ. ഭൂതം കുഴിച്ച കിണർ. കളരി കളരി. ഈ കളരിയിൽ ഇവിടെ പാമ്പുണ്ടാവും. ഇതാണ് കളരി. കാവാ കളരി 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 കളരിയടാ. എന്താ കുപ്പിയൊന്നും കാണുന്നില്ല ചേച്ചാ. മുള്ളിട്ടോ ശരിയാ. നല്ല മഴ പെയ്തിന് ഇന്നലെ. സംശയമുണ്ട്. ഫുള്ളൊരു നനവ്. എന്ത് രസാ മണ്ണിൽ ഇങ്ങനെ നടക്കാന്. അവിടെ ഫുള്ള് മഞ്ഞ. അല്ല അവിടുത്തെ മണ്ണ് ഇത്ര സോഫ്റ്റും അല്ല. ഇത് ശ്രദ്ധിക്കണേ. നല്ല ശ്രദ്ധിക്കണേ. മറ്റേ നല്ല ഉറുമ്പാന്ന് മറ്റേ ഉറുമ്പാ. അതേ ചവിട്ടി നല്ല കിടിലാൻ പോലെ കടിയിട്ടു. ഇവിടെ തേങ്ങ പറിക്കാൻ ആരും വരൂല. വരലുണ്ട്. നമുക്ക് ഇളനീര് കുടിക്കണേനു. ഞാൻ മറ്റേ കൊക്ക ഉണ്ടോ നോക്കട്ടെ. തെങ്ങ് എത്തുമെന്ന് പറിച്ചുതരാം. ഭൂതം കുഴിച്ച കിണറല്ലേ? അതെന്തിനാ അങ്ങനെ പറയുന്നേ? അറിയാ എല്ലാരും പറയും. ഭൂതം കുഴിക്കുന്ന ഭൂതം രാവിലെ വരും. ആ വെള്ളം പറ്റൂല ഇതില്. അതുകൊണ്ട് അങ്ങനെ പറയല്. നല്ല ഇതാണ് ഭൂതം കുഴിച്ച കിണർ. 1984 തേങ്ങ എന്താ country roads. അസാസിൻ ബഗ് അഥവാ മാക്കുക്കണ്ണൻ. നമ്മളെ മാക്കുക്കണ്ണൻ അസാസിൻ ബഗാ. ഓലെ ഓടല്ലേ ഒന്നും ചെയ്യില്ല ചങ്ങായി. പിരാന്ത ഞാനൊന്നും ചെയ്യൂല. ചോപ്പും മാറും. എന്താ ഇത് വാർണിംഗ് സൈൻ ആണ്. ഇറ്റ്സ് പോയ്സണസ് എന്നുള്ളത്. അത് ഇത് വെനമസ് പോയ്സണസ് തമ്മിൽ വ്യത്യാസമാണ്. ഇത് കഴിച്ചാൽ നീ ചത്തുപോകും. അങ്ങനെ അതാണ് പോയ്സണസ്. വെനമസ് എന്ന് പറഞ്ഞാൽ നിന്നെ കടിച്ചാൽ നീ ചത്തു. ഒന്നായിട്ടില്ല. ഇത് തിന്നാൽ ഇത് ഇൻജസ്റ്റ് ചെയ്താലേ പ്രശ്നമുണ്ടോ. അതുകൊണ്ട് ഈ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാ. ബാക്കിയുള്ള ജീവികളില്ലേ, നമ്മൾ മാത്രല്ലല്ലോ. അയ്യോ മക്കുവാണ് എടുത്തതിന്. ആ ഇവിടെ നിറയ്ക്കണ്ട. ഇവിടെ ഇവിടെ ഉണ്ടാവും. ഇതിപ്പോ സീസൺ അല്ലാത്തോണ്ടോ മഴ പെയ്തോണ്ട് വന്നായിരിക്കും മൂപ്പര്. മഴ പെയ്തിനെന്ന് തോന്നുന്നല്ലേ രാത്രി. ഇതൊരു അസാസിൻ ബഗ്ഗാ. തിരിച്ചു പോണല്ലേ ആകാശു? പോണം.
അച്ഛാ മറ്റേ മാക്കൂക്കണ്ണേ അല്ല ഓ പിടിച്ച് കാണിച്ചു കൊടുത്താ കണ്ടിന്, പക്ഷെ അതിന്റെ പേര് മാക്കു കണ്ണൻ എന്നാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ റെഡ് ബഗ് എന്നാ പറയല്. റെഡ് ബഗ് ബ്ലൂ ബ്ലഡ് റെഡ് ബഗ്, റെഡ് ബ്ലഡ് ബ്ലൂ ബ്ലഡ് റെഡ് ബ്ലഡ് ബ്ലൂ ബ്ലഡ് റെഡ് ബ്ലഡ് ബ്ലൂ ബ്ലഡ്. എന്തൊരു പ്രകൃതി രമണീയമായ ഒരു സുന്ദര സ്ഥലം. ഈ മറ്റേ പാഴ്മരം വെട്ടിട്ടേ. അതെ, വെരി ബ്യൂട്ടിഫുൾ. നല്ല തെങ്ങ് തള്ളിയ താഴെ പോവാ. ആ തെങ്ങ് തള്ളിയാ താഴെ പോവോന്നാ ഉന്തിട്ടൊക്കെ. അതാ വെറുതെ രാവിലെ ഒരു രസത്തിന് തെങ്ങെല്ലാം ഉന്തിയിടുന്നു. നോക്കട്ടെ, കണ്ണ് കാണൂലേ? കണ്ണ് കാണുന്നുണ്ട്. അപ്പൊ ഇത് റൈപ്പ് ആയിട്ടില്ല എന്നല്ലേ പറയുന്നത്? അതെ, ഇങ്ങനെ ഇങ്ങനെ മുള്ളു മുള്ളു പോലെ ഉണ്ടാവുമ്പോ ഇറ്റ്സ് നോട്ട് റൈപ്പ്. ആ ഇത് ഇടിച്ചക്ക ഉണ്ട്, കടച്ചക്ക ഉണ്ട്, അയിനിച്ചക്ക ഉണ്ട്. ഉപ്പേരിയാ? അറിയാമോ? ഇടിച്ചക്ക, കടച്ചക്ക, അയിനിച്ചക്ക. അതറിയില്ല. മൂന്നുണ്ട് ഇവിടെ. ഇടിച്ചക്ക, ഇത് ഇടിച്ചക്ക, ചെറിയ ചക്ക ഇടിച്ചക്ക പറയും. ചക്ക ഇങ്ങനത്തെ ചക്ക സാധാരണ ഒന്നേ പഴഞ്ചക്ക, അല്ലെങ്കിൽ നിനക്ക് നല്ല ചക്ക ഉണ്ടാവും. അല്ല പട്ട, ഇലവങ്ങം എന്നും പറയും. ഒന്നുമില്ലടി, ഇത് ഓല വീണതാ. തിന്നോക്കത്. അല്ല സിനമൺ, സിനമൺ. സിനമൺ, സിനമണ്ട് അല്ല, ബേലി. എന്റെ അമ്മൂമ്മ ഇതിനെ കൊണ്ട് കുമ്പിളുണ്ടാക്കി തരോ? അതിന്റെ ഉള്ളിൽ എന്തോ ചക്കന്റെ സാധനം അമ്മ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിനല്ല ഇത് വളർത്തി. ഇത് സിനമൺ ആണോ അതോ മറ്റേ ഇത് കാസിയോ ആണോ എന്നുള്ളത് അറിയില്ല. കാസിയോ അങ്ങനത്തെ ഇവിടെയാണ് മുത്തശ്ശനെ തേപ്പിച്ചത്. ഭയങ്കര ഗൃഹാതുരത്തുള്ള ഒരു സ്ഥലമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. പഠിച്ചിരിക്കുന്നേ ഞാനിങ്ങനെ പഞ്ച സാധനങ്ങളെല്ലാം പറയുമ്പോ എല്ലാരും ചിരിക്കും. ബാക്കി വീട്ടിലില്ലേ, ഉള്ളിലില്ലേ, ഒറ്റ കഴിച്ചില്ല. ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. ആടി എന്തിനാ മാങ്ങയാ? മാങ്ങ നിലത്ത് തന്നെ ഒന്നുമില്ല. ആ മാങ്ങ നിലത്ത് വീണാലേ ഇന്ന് വിടാൻ പറ്റുള്ളൂ. മാങ്ങ അവിടെ മുട്ടി കുടിക്കുന്ന അത് നോക്കട്ടെ. എന്തായി നല്ല നല്ല മധുരം ഉണ്ടാവും. ഇതെന്ത് ചെയ്യാൻ അറിയാം? ആദ്യം കഴുകുക, എന്നിട്ട് ഞെട്ടി കാണിച്ചു തരാം. ഇദ്ദേഹം തിന്നുവാന്ന് കാണിച്ചു തരാം. കഴുകുക ആദ്യം. ഇത് വെച്ചാല് ഇതിനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടുക. അതിനുള്ള ജ്യൂസ് എല്ലാം അങ്ങനെ നൈസായിട്ട് വരും. അതാ നല്ല പൊടി സംതൃപ്തി. കൊടംപുളി അതോളനെ പെറുക്കിക്കൊണ്ടെന്നാ ഇന്നലെ. നല്ലോണം ഞെക്കുക അതിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം. കടിച്ചു കുറിക്കൊന്നും വേണ്ട. അത് ചൊട്ടിക്കളാം. ഞാൻ അങ്ങനെ നല്ല സൈഡൊക്കെ നല്ല ഞെക്കുക. ഫുൾ ഞെക്കിയിട്ട് എന്ന് വെച്ചാൽ ഇത് ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഞെട്ടി അത് മാന്തി പൊളയാ. ഓക്കെ, എന്നിട്ട് വെച്ചാൽ ഫസ്റ്റ് കളയണം. എന്താ വരണ്ടത്? മാറാടുന്ന് മാറ. കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞെക്കിയാൽ ഫ്രൂട്ടി പോലെ. അപ്പൊ നീ കണ്ട മോള് മാങ്ങ ഇത് കണ്ട ഫ്രൂട്ടി വരുന്നുണ്ടോ? ഫ്രൂട്ടി വരുന്നുണ്ടാ? അപ്പൊ ഇതിനെന്ത് വെച്ചാൽ നമ്മള് ഫസ്റ്റ് കുറച്ച് കളഞ്ഞിട്ട് ചെനയെല്ലാം കളഞ്ഞിട്ട് സീരിയസ് അത് എടാ കടിക്കല്ലേ വേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ മേടിക്കാം. ഇങ്ങനെ മതി. ഞെക്കടി ഇതിനെ എന്നാ അങ്ങോട്ട് ഒന്നാകെ ഞെക്കി അങ്ങ് വായ കിട്ടോ. അണ്ടി തിന്നു പോരുതേ. കേട്ട് മൂപ്പാത്തിലാക്കി. അത് വേണം, ഇത് വേണം. മനുഷ്യ സമാധാനം തെളിഞ്ഞി. അടിപൊളിയാണ് അത്. അറിയേ ഇത്തിലുണ്ട്. ഇത്തിൽ കണ്ണി ഉണ്ട് അച്ഛാ അറിയേ. അല്ല അറിയ ഇത്തിൽ കണ്ണി ഉണ്ട് എല്ലാത്തിനും.
ഇവിടെ മൊത്തം ലോണായിരുന്നു. അമ്മയും മമ്മിയും കൂടെ ഉണ്ടാക്കിയ ഇതായിരുന്നു. ആകാശയുടെ കൊക്കി എടുത്തിട്ട് എനിക്ക് ഇളനീര് പറിച്ചു തരാൻ പോന്നാന്ന്. ഇതിനെ കൊണ്ട് പറിക്കാൻ കഴിയുവാ? നോക്കാം, അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇല്ലാടാ, അത് വേണം. അച്ഛന്മാർ It's so nice to make men work so hard. ഇലക്ട്രിസിറ്റിയാ ഇവിടെ വെച്ച. തലയിച്ചിട്ടാ നീ എടുത്തിന്, ഞാൻ കണക്ക് എടുത്ത് കേടി തലയിച്ചിട്ടാണല്ലേ അച്ഛന്മാർ. എന്ത് വ്യത്യാസമില്ല. ഇല്ല. അങ്ങനെ ആകാശേട്ടൻ തെങ്ങിൽ കയറുന്നു. തെങ്ങിലല്ല, ഇത് ഏണിയിലാ കയറുന്നേ. അത് കൊക്കെടുത്തടി ഇപ്പുറത്താടാ. നമുക്ക് ഇളനീര് കിട്ടുമായിരിക്കും. മാറി. ആ തലയിലെല്ലാം വീണുകൂടും, ലാസ്റ്റ് പേപ്പറിൽ വരുമോ? തേങ്ങ വീണ് പാട്ടുകാരൻ ചത്തുന്നല്ലേ? തലയിൽ തേങ്ങ വീണ് പാട്ടുകാരൻ ചത്തു. അച്ഛാ നോക്കണേ, എനിക്ക് പേടിയാവുന്നു. ഇത് ഗ്രാവിറ്റി കാരണം എന്താ കിട്ടാത്ത? നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും, ഇപ്പൊ കിട്ടും. ആർക്കോ എല്ലാരും മാറില്ലേ? മതി, കൊക്കിയും കിട്ടി. നമ്മളല്ല, ഇവരെല്ലാരും കൂടി 3 ഇളനീര് പറിച്ചു. ഇനി ഇളനീര് വെട്ടണ്ടേ? ഓ ശരി, തെങ്ങിനെ മാറ്റിച്ചെത്ത. ഓ മമ്മ, ഓ മേര് മുളച്ചതിന് ഇതാണ് മൂർച്ച. തീരെ മുറിച്ചില്ല. മുറിച്ചില്ല ആകാശു. ഇളനീര് ഇളനീര് ഇതിന്റെ ഇടക്കുള്ള സാധനം, ഹൈബ്രിഡ് സാധനം. കയ്യിൽ പിടിച്ചോ. ആദ്യമായിട്ട് ആകാശേട്ടന്റെ വസ്ത്രക്ഷേപം ചെയ്യുന്ന മാഗ്നറ്റ്. എന്നായേ തീരെ മുറിച്ചല്ലോ ഇതിന്. അതെ, ഇവളെ കൊണ്ട് ശല്യുണ്ട്. അച്ഛനൊരു കില്ലാടി തന്നെ. ഇതിന്റെ ഉള്ളിലുള്ള അപ്പൊ സാധനം ഇങ്ങനെ തോണ്ടി തിന്നാൻ കഴിയൂലേ? തേങ്ങ അതിന് ഇളനീർ ഇതാക്കാൻ വന്നപ്പോ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണ് അടുപ്പില് ചോറ് വെക്കുന്നത്. ഇല്ല, വെള്ളമൊന്നും എടുത്ത് വയ്ക്കൂല. ചോറാ ഇതില് അല്ലേ? ഇതെനിക്ക് ഭയങ്കര എന്താ പറയുക, യുണീക്കായിട്ടുള്ളൊരു കാഴ്ചയാണ്. ബിക്കോസ് എൻ്റെ വീട്ടിൽ പണ്ടാണ് ഈ വിറകടുപ്പിൽ ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അങ്ങനെ വളരെ ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ചോറ് വെക്കുന്ന കാണുമ്പം ഒരു സന്തോഷം. ചൂടെടുക്കുന്നതിനൊക്കെ ഇന്നലെ സ്ട്രോ വേണ്ട.
സ്പൂണാ? ഇതിനൊന്ന് തുറക്കാം. ഇതിനെ കൊണ്ട് തുറക്കാം. ഇതിന് കൊക്കിയിലിടും. ഇതിന് കൊട്ടിയാൽ പൊട്ടിപ്പോകും. ഇതിനെ കൊണ്ട് തുറച്ചാൽ മതി. സ്പൂൺ വേണോ? ഇത് പിടിക്കാം ചേട്ടാ. കുടിക്കട്ടെ? വരുന്നില്ല? എങ്ങനെയുണ്ട്? കുറേ നല്ല നീര് കുടിച്ചിട്ട് കുടിക്ക. അത് മാറ്റേ. How is it? ചെന്തങ്ങനെ അടിപൊളിയാ. So damn fresh. കുടി. എന്താ സുവർണ്ണമാണോ? ഇത് കറയാ? അറിയാം. കുഴപ്പമില്ല, ഇത് പഴയ ഡ്രസ്സാ. ഇടില്ല. എന്താ പറയാ? ബന്നിങ്ങ. ആ, കന്നഡ പോലെയുണ്ട്. ബന്നിങ്ങ. ഇളനീരിന്റെ തേങ്ങന്റെ ഇടയ്ക്കുള്ള സാധനം. ഇളനീര് കുറച്ചുകൂടി ലൂസ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ശർക്കരന്റെ കൂടെ അല്ലേ തിന്നാ? അങ്ങനെ വേണം. തേങ്ങ പോരെ. തലയിൽ എണ്ണ ഇട്ടു, കുളിച്ചു, നല്ല സുഖമുണ്ട്. ഇനി സൺസ്ക്രീൻ ഇടാം. അല്ല, സൺസ്ക്രീൻ ഇട്ടില്ലേ? ദിസ് ഇസ് ദി സൺസ്ക്രീൻ ദാറ്റ് വി ആർ യൂസിങ് റൈറ്റ് നൗ. കിടിലം സൺസ്ക്രീൻ ആണ്. ഈ ഒരു വെതറിൽ ഇത് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഇത് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ലറോഷ് പൊസേന്റെ എന്താ ഇത് വായിക്കാറിയില്ല. ആന്റലിയോസ്. അയ്യോ, അച്ഛനും കുറച്ച് കൊടുക്കാം. ആകാശത്തിന്റെ അച്ഛൻ ഭയങ്കര ബ്യൂട്ടി ഫ്രീക്കാണ്. അച്ഛാ, സൺസ്ക്രീൻ വേണോ? അമ്മൂമ്മക്ക് വേണോ സൺസ്ക്രീൻ? ഇങ്ങനെ വെക്ക്. കഴുത്തിലും ഇടണേ. നമ്മളിപ്പം ആകാശന്റെ തറവാട്ടില് 2 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് തിരിച്ച് തലശ്ശേരിയിലേക്ക് പോന്നാന്ന്. യെസ്. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോ ഇവിടെ ഒരു കുളം കുത്താൻ പറയാം അവരോട്. അതാകുമ്പോ നമുക്ക് കുളം കുത്തിയാ കിടിലായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ ആകെ ഇടുന്നത് സൺസ്ക്രീൻ ഇട്ടു, മോയ്സ്ചറൈസർ ഒന്നും ഇടുന്നില്ല. പിന്നെ ബ്ലഷ് ഇടുന്നുണ്ട്. ഇത് റെയർ ബ്യൂട്ടിന്റെ ബ്ലഷ് ആണ്. എല്ലാരും എപ്പോഴും ചോദിക്കണം ലിപ്സ്റ്റിക് ഏതാ. സത്യം പറഞ്ഞാൽ എന്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ കുറേ മിക്സ് ചെയ്തിട്ട് ഇടുന്നത് കൊണ്ടാന്ന് ചില സമയം എനിക്ക് ഓർമ്മയില്ലാത്ത. അതുകൊണ്ടാ പറഞ്ഞുതരാത്ത. കുറച്ച് ബ്ലഷ് ഇടാം. ആർക്കെങ്കിലും ബ്ലഷ് വേണോ? നിക്കാടെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാൻ തോന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്. വേണ്ട. ഇത് ലിബാമല്ലേ? സമ്മർ ഫ്രൈഡേസിന്റെ ലിബാമാണ് നമ്മൾ ഇടുന്നത്. അതെല്ലാവർക്കും ഞാൻ തരാം. കയ്യിലിട്ടാ ഒന്ന് സെറ്റ് ആക്കാം. ഇല്ല, അച്ഛൻ ആളെ ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കണം. അച്ഛൻ ഷർട്ട് പോലും ഇട്ടില്ല. എല്ലാം ഞാൻ വളരെ ഇന്റലിജന്റ് മൂവാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത്
ഇത് വളരെ ഷടപടി എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ആണ്. എൽഫിന്റെ ഒരു ബ്രൗ ലിഫ്റ്റും ഒരു ബ്രഷും ഇങ്ങനെ കുത്താം, എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഫോക്സ് ബ്രൗസ് പോലെ. പശു നോക്കിയ സ്റ്റൈൽ. അതന്നെ കണ്ട, യു സീ ദ ഡിഫറൻസ്. പശു പശു. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഫേഷൻ ഒന്നും അറിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇത് മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെരി ഫാസ്റ്റ് ബട്ട് വെരി പവർഫുൾ. മാങ്ങ കുറച്ച് മതി. അതെന്തിനാ? വെറുതെ പുളിശ്ശേരി ഉണ്ടാക്കാനാ? എൻ്റെ അമ്മ പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ല മാങ്ങ, അതും 2 വെളുവിന്ന് കിട്ടിയ മാങ്ങയും കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇത് വേണം. വേണം. ഇത് തൃശ്ശൂരിന്ന് നമ്മുടെ സതീഷിന്റെ പറമ്പിന്ന് ഇയാള് പൊറിച്ച മാങ്ങ. അത് മതി. കുളിക്കുമെന്ന് എനിക്കറിയില്ല. അത് കുഴപ്പമില്ല. ടാറ്റ പറ എല്ലാരും. ടാറ്റ ടാറ്റ. ഞാൻ മുന്നില. ശരി, ഞാൻ മുന്നില. എന്താ അമ്മൂമ്മ പറയുന്നേ? അച്ഛാ ഡിക്കി അല്ല, ബൂട്ട്സ്. ബൂട്ട്. നല്ല റോഡല്ലേ? സന്തോഷം. നമ്മളിവിടെ ആനക്കുളത്ത് ഒറിജിനൽ ഇളനീർ ഷേക്ക് കുടിക്കാൻ വന്നതാണ്. ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു കടയാണ്. ഇത് കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത്ര ദൂരം വന്ന നമ്മള് രമ്യ ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. വടകര. ഇത് വലുതായതാ? റോഡിന്റെ പണി വന്നപ്പോ ഇങ്ങനെയായി. ആവോലി പൊള്ളിച്ചത്. നമ്മള് താനൂരിൽ നിന്ന് തിരിച്ച് വന്ന് തലശ്ശേരിയിൽ ഇപ്പം എത്തി. എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. നടന്ന് വീട്ടിലേക്ക് പോകുന്നതാണ്. ബിക്കോസ് ആകാശേട്ടൻ്റെ എന്റെ അളിയൻ വന്നിരിക്കുന്നു. അതെ, വന്നിട്ട് നമ്മള് കേരളത്തിലെത്തിയിട്ട് അളിയൻ തായ്ലാൻഡിൽ പോയി. പേടി കുറച്ച് കൂടുതലാണ്. പണ്ട് എന്റെ സ്വന്തം ഏട്ടനെ കാണാൻ പോകുന്നതാണ് എൻ്റെ വീട്ടില്. ഏട്ടൻ തായ്ലൻഡില് പോയതായിരുന്നു. ഏട്ടന് പെണ്ണൊക്കെ ഉണ്ട്. അപ്പൊ ഏട്ടനെ കാണാൻ വന്നെയാണ്. വന്നിട്ട് കണ്ടിട്ടില്ല. അതാ തണുപ്പായേ. എന്റെ മോനെ, ഇതാണ് എന്റെ വീട്ടിലെ ഭ്രാന്തം പെട്ടി. കാണാൻ ഷിറ്റ്സ് വന്നതേ ഉള്ളൂ. ആരോ പറഞ്ഞു പറ്റിച്ചാണ്. പറ വിസ്കി.
അച്ചു എടുത്തോ. My brother. അതെന്നെ ചന്തി ഇപ്പൊ കടിക്കും. ഇതാണ് അച്ചു, ഇതാണ് എന്റെ ബ്രദർ, ഇതാണ് എന്റെ ബ്രദറിന്റെ വൈഫ് ആശ്ലേച്ചി. വട്ടാണോ നിനക്ക്? വട്ടല്ലേ? ഇപ്പൊ മുഖത്ത് കടി കിട്ടും. നമ്മൾ അമ്പലത്തിൽ രാത്രി മോതിരം വെച്ച് തൊഴാൻ വന്നതാണ്. ഇവിടെ ശ്രീരാമസ്വാമി അമ്പലത്തിലെ ഉത്സവം സ്പെഷ്യലാണത്. എൻ്റെ മോനെ ഭയങ്കര ചൂട്. തിരി നോക്കട്ടെ. വേഷ്ടിയും മുണ്ടും. ഇനി ഇവിടെ അമ്പലത്തില് കഥകളിയുണ്ട്. You know what? This അമ്പലം in തലശ്ശേരി, which is തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇവിടെ ഇപ്പോഴും എന്താ പറയുക, കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമേ ഇപ്പോഴും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് പോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആചാരം പോലെ ഇങ്ങനെ കാണപ്പെടുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അമ്പലത്തിൽ വിഷു മഹോത്സവമാണ്. അപ്പോൾ വിഷുവിൻ്റെ ടൈം എന്തായിട്ടും ഇവിടെ കഥകളി ഒരു ദിവസം ഉണ്ടാവും എന്നുള്ള നിർബന്ധമാണ്. ആൻഡ് ഐ തിങ്ക് സം ഓഫ് ദ ഡേയ്സ് ചാക്യാർകൂത്ത് ഉണ്ടാവും, അതേപോലെ തന്നെ ഓട്ടം തുള്ളലും ഉണ്ടാവും. എനിക്കിതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഈവൻ ദോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ്, അവർ കഥകൾ മൊത്തം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കൊല്ലവും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എനിക്ക് മിസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുറച്ച് സംഭവങ്ങളിൽ ഒരു മെയിൻ സംഭവമാണ് തിരുവങ്ങാട് അമ്പലത്തിലുള്ള കഥകളി. And the best part is when I think about how beautiful this land is, especially when it comes to all these rich cultures and traditions. And ഞാൻ പറയുകയാണെങ്കിൽ എത്ര ദൂരെ പോയാലും there is this one feeling that actually helps me, not helps me, maybe drives me to come back to this place. And our feeling is incredible, that feeling of belonging to this land. If you have never seen കഥകളി in person, ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വിഷുവിൻ്റെ സമയത്ത് തിരുവങ്ങാട് അമ്പലത്തിൽ കഥകളീൻ്റെ ആ ഒരു ദിവസം നിങ്ങൾ എന്തായിട്ടും വന്ന് കാണണം എന്നാണ് ഞാൻ പറയുക. ബിക്കോസ് ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ കേരളക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കഥകളി കഴിഞ്ഞ് വരാൻ കുറേ ലേറ്റ് ആയ സമയം 1 മണിയാണ്. 1:05 ഇത്ര നേരം നമ്മൾ കുറച്ചധികം നേരം നമ്മൾ കഥകളി കണ്ടല്ലേ? മൊത്തം കണ്ടില്ല. പുലർച്ചെ വരെ ഉണ്ടാവും കഥകളി, 6 മണി വരെ. ആൻഡ് യു നോ ടുഡേ ഐ ഫെൽറ്റ് എക്സ്ട്രീംലി ഹാപ്പി ബിക്കോസ് ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. രാവിലെ നമ്മൾ ഇളനീർ പറിച്ചു, ഒരുപാട് എവിടെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്തു. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പ്രൊഡക്റ്റീവ് മാത്രമല്ല, ഞാൻ പേഴ്സണലി ഇന്ന് കുറേ കാലത്തിന് ശേഷം ഭയങ്കര യുണീക്കായിട്ടുള്ള സാധനങ്ങൾ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കഥകളി കാണാൻ പോയി, ഇളനീറിട്ട് കുടിച്ചു, അങ്ങനെ എന്തൊക്കെയോ ചെയ്തതുപോലെ ഫീൽ ചെയ്തു. ആൻഡ് മൈ ഹാർട്ട് ഈസ് ഫുൾ, അവർ ഹാർട്ട് ഈസ് ഫുൾ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത് വരെ ബൈ. ശുഭദിനം.